Good morning, friends. In our pudiyoru topic ilekkaanu varunathu nammal kazhinja class il onnamathe chapter complete cheyidittunde adinte exam nadathiyittunde ningal nalla reethiyil exam okke ezhuthi nilkkana adutha rendamathe chapter valare important aayittulla oru chapter ilekkaanu povunnathu onnamathe chapter inde continuation aayittaanu nammal padikkunnathu magnetic effect of electric current athava vaidyuthiyude കാന്തിക ഫലം. Okay, നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ വൈദ്യുതിയുടെ രണ്ട് പ്രധാനപ്പെട്ട ഫലങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ഒന്ന് വൈദ്യുതിയുടെ താപഫലം, ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. രണ്ട് വൈദ്യുതിയുടെ പ്രകാശഫലം, ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഈ ഒരു ചാപ്റ്ററിൽ മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ വൈദ്യുതിയുടെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ഫലത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. അത് വൈദ്യുതിയുടെ കാന്തിക ഫലമാണ്. ഓക്കെ, സോ ഇൻ ദിസ് ചാപ്റ്റർ വി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മാഗ്നെറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുതിയുടെ കാന്തിക ഫലം. ഓക്കെ, ഇതിനു മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണം. ഓക്കെ, എന്നിട്ട് നമ്മൾ വൈദ്യുതിയുടെ കാന്തിക ഫലങ്ങളിലേക്ക് ആ സമയത്താണ് പോവുക. അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം ഒരു കാന്തത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നമുക്കറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാന്തം എന്ന് പറയുന്നത് ബാർ കാന്തമാണ്. ഓക്കെ, നമ്മൾ മെയിനായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് ബാർ കാന്തത്തെ കുറിച്ചായിരിക്കും. ഓക്കെ, സോ നമ്മൾ ആദ്യം ബാർ കാന്തത്തെ കുറിച്ച് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ബാർ കാന്തത്തിന് പ്രധാനമായിട്ടും രണ്ട് പോൾസുകളാണ്. ഓക്കെ, a bar magnet consists of two poles, that is north and south. ഒരു ബാർ കാന്തത്തിന് രണ്ട് ധ്രുവങ്ങളാണുള്ളത്, ഒന്ന് നോർത്ത് ഒന്ന് സൗത്ത്, ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ഈ ബാർ കാന്തത്തിന് ഒരു നിശ്ചിത മേഖലയുണ്ട്, ഒരു കാന്തത്തിന്റെ സ്വാധീനം അനുഭവപ്പെടുന്ന നിശ്ചിത മേഖലയുണ്ട്. അതിനെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് കാന്തിക മണ്ഡലം. ഓക്കെ, ഒരു ബാർ കാന്തത്തിന്റെ മാത്രമല്ല, ഒരു കാന്തത്തിന് സാധാരണഗതിയിൽ അതിന്റെ സ്വാധീനം അനുഭവപ്പെടുന്ന ഒരു മേഖലയുണ്ടാവും. ഓക്കെ, അതിനെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് കാന്തിക മണ്ഡലം അഥവാ മാഗ്നെറ്റിക് ഫീൽഡ്. ഓക്കെ, സോ വാട്ട് ഈസ് മീൻ ബൈ മാഗ്നെറ്റിക് ഫീൽഡ്? Okay, it is an area where the magnetic strength is influenced. ഒരു ഏരിയ, ഒരു നിശ്ചിത ഏരിയ, അവിടെ എന്തുണ്ടായിരിക്കും? കാന്തത്തിന്റെ സ്വാധീനം അനുഭവപ്പെടും. ഓക്കെ, അങ്ങനെ കാന്തത്തിന്റെ സ്വാധീനം അനുഭവപ്പെടുന്ന മേഖലയെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് കാന്തിക മണ്ഡലം അഥവാ മാഗ്നെറ്റിക് ഫീൽഡ്. ഓർമ്മ, ഒന്നാമത്തെ പോയിന്റ് ആണ് എന്താണ് കാന്തിക മണ്ഡലം. എന്താ ഇപ്പൊ കാന്തിക മണ്ഡലം? കാന്തത്തിന്റെ സ്വാധീനം അനുഭവപ്പെടുന്ന മേഖല. Okay, area where the magnetic strength is influenced is called magnetic field. Okay, ഈ മാഗ്നെറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കാന്തിക മണ്ഡലത്തെ നമ്മൾ സൂചിപ്പിക്കുക കാന്തിക ബലരേഖകൾ ഉപയോഗിച്ചിട്ടാണ്, ഓർ മാഗ്നെറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയാം. മാഗ്നെറ്റിക് ലൈൻസ് ഉപയോഗിച്ചിട്ടാണ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുക? ഈ കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നെറ്റിക് ഫീൽഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പറയുന്നത് എന്താണ് ഇതിന്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഒരു മാഗ്നെറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ പ്രോപ്പർട്ടികൾ എന്തൊക്കെയാണ് എന്ന് അറിയാം. ഓക്കെ, ആക്ച്വലി മാഗ്നെറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ കാന്തിക ബലരേഖകൾ എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക രേഖയാണ്. അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. അതൊരു സാങ്കല്പിക രേഖയാണ്, ഇമേജിനറി ലൈൻസ്. മാഗ്നെറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ഇമേജിനറി ലൈൻസ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. കാന്തിക ബലരേഖകൾ ഒരു സാങ്കല്പിക രേഖയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും ഇല്ല, നമ്മൾ എന്ത് ചെയ്യാണ്, അങ്ങനെ ഒന്നും ഉണ്ട് സങ്കല്പിച്ചു വെക്കുകയാണ്. സോ ദേ ആർ ഇമേജിനറി ലൈൻസ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. ദെൻ സെക്കൻഡ് പോയിന്റ്, മാഗ്നെറ്റിക് ഫീൽഡ് ലൈൻസ് ആർ സ്റ്റാർട്ടിംഗ് ഫ്രം നോർത്ത് എഡ്ജ്. അപ്പൊ ഈ മാഗ്നെറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ എവിടെ നിന്നാണ് വരച്ചു തുടങ്ങുക? ഇവിടെ നോർത്തിൽ നിന്നാണ് വരച്ചു തുടങ്ങുക. ഓക്കെ, നോർത്തിൽ നിന്ന് വരച്ചിട്ട് എങ്ങോട്ടേക്കാണ് പോവുക? സൗത്തിലേക്ക് അവസാനിക്കും. ഓക്കെ, സോ മാഗ്നെറ്റിക് ഫീൽഡ് ലൈൻസ് ആർ സ്റ്റാർട്ടിംഗ് ഫ്രം നോർത്ത് end with south. കാന്തിക ബലരേഖകൾ ഉത്തര ധ്രുവത്തിൽ നിന്ന് ആരംഭിച്ച് ദക്ഷിണ ധ്രുവത്തിൽ അവസാനിക്കുന്നു. കാന്തത്തിന് പുറത്താണ്. കാന്തത്തിന് പുറത്ത് ഇവ ഉത്തര ധ്രുവത്തിൽ നിന്ന് ആരംഭിച്ച് ദക്ഷിണ ധ്രുവത്തിൽ അവസാനിക്കുന്നു. ഇങ്ങനത്തെ ഒരുപാട് കാന്തിക ബലരേഖകൾ നമുക്ക് എന്ത് ചെയ്യാം? വരച്ചു ചേർക്കാം. ഇതൊക്കെ കാന്തിക ബലരേഖകളാണ്. എല്ലാം എവിടെ നിന്ന് എവിടത്തേക്കാണ്? ഉത്തര ധ്രുവത്തിൽ നിന്ന് ആരംഭിച്ച് ദക്ഷിണ ധ്രുവത്തിൽ അവസാനിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, കാന്തത്തിന് പുറത്താണ്. അതൊരു പ്രത്യേകതയാണ്. ഓക്കെ, സോ മാഗ്നെറ്റിക് ഫീൽഡ് ലൈൻസ് ആർ സ്റ്റാർട്ടിംഗ് ഫ്രം നോർത്ത് ആൻഡ് ഇറ്റ് എൻഡ് വിത്ത് സൗത്ത്. ദാറ്റ് ഈസ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവ ഒരു കേർവ്ഡ് പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. മാഗ്നെറ്റിക് ഫീൽഡ് ലൈൻസ് ആർ മൂവ്സ് ഇൻ എ കേർവ്ഡ് പാത്ത്. കാന്തിക ബലരേഖകൾ ഒരു വളഞ്ഞ പാതയിലാണ് സഞ്ചരിക്കുന്നത്. അത് മൂന്നാമത്തെ പ്രത്യേകതയാണ്. ഓക്കെ,
Magnetic field lines are moves in a curved path. വളഞ്ഞ പാതയിലൂടെയാണ് ഈ കാന്തിക ബലരേഖകൾ സഞ്ചരിക്കുന്നത്. നാലാമത്തെ പ്രത്യേകത, ഞാൻ ഇങ്ങനെ ഒരുപാട് കാന്തിക ബലരേഖകൾ വരച്ചിട്ടുണ്ടെങ്കിലും ഒരു കാന്തിക ബലരേഖകളും തമ്മിൽ എന്ത് ചെയ്തിട്ടില്ല, കൂട്ടിമുട്ടിയിട്ടില്ല. ഒരുപാട് കാന്തിക ബലരേഖകൾ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ചു ചേർത്തിട്ടുണ്ട്. രണ്ട് കാന്തിക ബലരേഖകൾ തമ്മിൽ എന്ത് ചെയ്തിട്ടില്ല, കൂട്ടിമുട്ടിയിട്ടില്ല. No two magnetic field lines never intersect each other. No two magnetic field lines never intersect each other. എന്താ പറഞ്ഞതിന്റെ മീനിങ്? രണ്ട് കാന്തിക ബലരേഖകൾ തമ്മിൽ എന്ത് ചെയ്തിട്ടില്ല, ഓവർലാപ്പ് ചെയ്ത് പോയിട്ടില്ല. അതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ 4 പോയിന്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി കാന്തത്തിനകത്ത് ഇത് സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും ഉണ്ടാവും. അത് നമുക്ക് ആവശ്യമൊന്നുമില്ല. എന്നാൽ ആലോചിക്കണം, കാന്തത്തിന് പുറത്ത് മാത്രമാണ് ഇവരെങ്ങനെ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. പക്ഷെ കാന്തത്തിന് അകത്ത് ഇവരെ സ്ട്രെയിറ്റ് ലൈൻ പാത്തിലായിരിക്കും മൂവ് ചെയ്യാം. അത് എവിടെ നിന്ന് എവിടത്തേക്കായിരിക്കും, സൗത്തിൽ നിന്ന് നോർത്തിലായിരിക്കും എന്നുള്ള പോയിന്റ് കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി നമ്മൾ നോക്കുക, ഇങ്ങനെ ഒരുപാട് കാന്തിക ബലരേഖകൾ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിലും ഒരു കൂട്ടം കാന്തിക ബലരേഖകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. A group of magnetic field lines. That group of magnetic field lines are commonly known as magnetic flux. ഒരു കൂട്ടം കാന്തിക ബലരേഖകളെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. എന്താ പറഞ്ഞേ, ഒരു കൂട്ടം കാന്തിക ബലരേഖകൾ, ഇവിടെ ഒരു കൂട്ടം കാണാൻ നിങ്ങൾക്ക്. ഈ ഗ്രൂപ്പിനെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഗ്രൂപ്പ്, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പൊ ആ മാഗ്നറ്റിക് ഫ്ലക്സിന് എന്തെങ്കിലും തരത്തിൽ ബ്രേക്കപ്പ് നടക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയാം. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ അല്ലെങ്കിൽ കാന്തിക ബലരേഖകളുടെ സുഗമമായിട്ടുള്ള പാതയിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ് വ്യതിയാനം. ഇത് പറയും മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച്, അല്ലെങ്കിൽ ഫ്ലക്സ് വ്യതിയാനം എന്ന് മലയാളത്തിൽ പറയും. ഇതെല്ലാം നമ്മളെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകും. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യത്തെ ഭാഗങ്ങളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ആദ്യം എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവസാനമായിട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സും എന്താണ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് എന്നത് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചാപ്റ്ററിലേക്ക് വരും. ഇത് ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താണ് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയണം. എന്താ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് കൊണ്ട് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ വൈദ്യുതിയുടെ താപഫലം കൊണ്ട് ഉദ്ദേശിച്ചത്? അവിടെ ഒരു ചാലകത്തിലൂടെ വൈദ്യുതോർജ്ജം കടന്നു പോകുന്ന സമയത്ത് അവിടെ എന്ത് ഉൽപ്പാദിപ്പിക്കപ്പെടും? താപം ഉൽപ്പാദിപ്പിക്കപ്പെടും. That means electrical energy is converted into heat energy is known as heating effect. എന്താ ലൈറ്റിംഗ് ഇഫക്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്? ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻടു ലൈറ്റ് എനർജി എന്ന് പറഞ്ഞാൽ ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് അവിടെ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ അത് പ്രകാശഫലമാണ്. അപ്പൊ എന്തായിരിക്കും ഇവിടെ പറഞ്ഞ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്? എന്തായിരിക്കും എനർജി കൺവേർഷൻ? ദ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻടു മാഗ്നറ്റിക് എനർജി. എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും. When electric current is flows through a conductor, at that time there is a magnetic field is generated around that conductor. ആ ഒരു ചാലകത്തിന് ചുറ്റും വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് എന്തുണ്ടാവും, ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് വൈദ്യുതിയുടെ കാന്തിക ഫലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. So what is meant by magnetic effect of electric current? If current flows through a conductor, at that time the electrical energy converted into magnetic energy, or there is a magnetic field is generated when electric current is passed through it. That is commonly known as magnetic effect of electric current. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു കാന്തിക മണ്ഡലം രൂപം കൊള്ളുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് വൈദ്യുതിയുടെ കാന്തിക ഫലം. ഇത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കിയത് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ്.
ഇദ്ദേഹത്തിന്റെ ഒരു പരീക്ഷണത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ഐഡിയ ആണ്, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് അതിനു ചുറ്റും എന്തുണ്ടാവുന്നുണ്ട്, കാന്തിക മണ്ഡലം രൂപം കൊള്ളുന്നുണ്ട് എന്ന ഐഡിയ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റഡ്. ഓക്കെ, ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റഡ് നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ച എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, നോക്കാം. ഇവിടെ എ ബി എന്ന് പറയുന്നത് ഒരു ചാലകം അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ ആണ്. ഓക്കെ, എ ബി ഇസ് എ കണ്ടക്ടർ, carry current, some current. Okay, that is battery. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു 6 വോൾട്ട് ബാറ്ററി എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് അതിലൂടെയുള്ള ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതാണ് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആണ്. അപ്പൊ ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും ഡയറക്ഷൻ ഓഫ് കറണ്ട്. നമ്മൾ ഏറോ മാർക്ക് കാണിച്ചത് കറണ്ടിന്റെ ഡയറക്ഷൻ ആണ്. നിങ്ങൾ ആ ടെസ്റ്റിലുള്ള ചിത്രമാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്ത് വരച്ചിട്ടുള്ളത്. നോക്കാം. ഇനി എന്താണ് അതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു സ്റ്റാൻഡിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോമ്പസ് വെച്ചിട്ടുണ്ട്. നോർത്ത് സൗത്ത് കോമ്പസ് നീഡിൽ ഈസ് പ്ലേസ്ഡ് ബിലോ ദ കണ്ടക്ടർ. കണ്ടക്ടറിന്റെ തൊട്ട് അരികിലായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു കോമ്പസ് നീഡിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ സൗത്ത് എൻഡ്, ഇതിന്റെ നോർത്ത് എൻഡ്. ഓക്കെ, ദെൻ when switch is on, സ്വിച്ച് ഓൺ ചെയ്താല് കറണ്ട് എന്ത് ചെയ്യും, ഈ ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്യും. പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് കറണ്ട് ഈ രീതിയിൽ എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ ഉണ്ടാവും. ദാറ്റ് ഈസ് പോസിറ്റീവ് ടു നെഗറ്റീവ്. സോ വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ? ഇറ്റ് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. കറണ്ട് എപ്പോഴും പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് ആയിരിക്കും ഉണ്ടാവുക. ആലോചിക്കണം. ദെൻ അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റിയത് പെട്ടെന്ന് ഇവിടുത്തെ നോർത്ത് എൻഡ് മീൻസ് കോമ്പസ് നീഡിലിന്റെ നോർത്ത് എൻഡ് പെട്ടെന്ന് എന്ത് ചെയ്ത് ഡിഫ്ലക്ട് ചെയ്തത് ഏത് ഡയറക്ഷനിലേക്കാണ്? ഇവിടെ വെസ്റ്റ് ഉണ്ടാവും, ഇവിടെ ഈസ്റ്റ് ഉണ്ടാവും. എങ്ങോട്ടേക്കാണ് ഡിഫ്ലക്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് പറയാം, വെസ്റ്റിലോട്ട് ഡിഫ്ലക്ട് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഓക്കെ, ഈ രീതിയിൽ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്തു. അതായത് ഇവിടുന്ന് നമ്മൾ നേരെ മുകളിലോട്ട് വെസ്റ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ഷൻ വന്നു. ഓക്കെ, വെസ്റ്റിലോട്ട് ഡിഫ്ലക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു നമ്പർ മനസ്സിലാക്കുക. നമ്മൾ ക്ലോക്ക് നമ്മുടെ മനസ്സിലേക്ക് വരണം. ക്ലോക്ക് എങ്ങനെയാണ്? ക്ലോക്കിന്റെ നമ്പേഴ്സ് നമ്മൾ സാധാരണഗതിയിൽ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ 12, 3, 6, 9 ഇതാണ് ക്ലോക്ക്. സാധാരണ ക്ലോക്കിന്റെ കറക്കം എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് 12 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 1, 2, 3, 4, 5, 7, 8, 9, 10, 11, 12 ഇതാണ് ക്ലോക്കിന്റെ സാധാരണ കറക്കം. അതിനെ നമ്മൾ പറയുക ക്ലോക്ക് വൈസ്. ഓക്കെ എന്ന് പറഞ്ഞാൽ പ്രദക്ഷിണ ദിശ. മലയാളത്തിൽ എന്ത് പറയും? പ്രദക്ഷിണ ദിശ. സാധാരണ ക്ലോക്ക് കറങ്ങുന്ന പോലെയാണെങ്കിൽ അതിനെ നമ്മൾ പറയുക ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ പ്രദക്ഷിണ ദിശയിൽ എന്ന് പറയും. അമ്പലത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പ്രദക്ഷിണം ചെയ്യാറുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞാൽ അത് സാധാരണ ക്ലോക്കിനെ പോലെയാണ്. 1, 2, 3 ലൈക്ക് ദാറ്റ് അങ്ങനെയായിരിക്കും. നേരെ തിരിച്ച് ക്ലോക്ക് 12 നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 11 പോയി, 11 10ലേക്ക് പോയി, 10, 9, 8, 7, 6, 5, 4, 3, 2, 1 അതിന്റെ എതിർദിശയിലാണ് ക്ലോക്കിന്റെ കറക്കമെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് ആന്റി ക്ലോക്ക് വൈസ്. എന്ത് വിളിക്കും? ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ക്ലോക്ക് നേരെ തിരിച്ച് ഇങ്ങനെയാണ്, റൊട്ടേഷൻ ഇങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ആന്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ അപ്രദക്ഷിണം എന്ന് പറയും. എന്ത് പറയും? അപ്രദക്ഷിണം. അപ്പൊ ഇവിടെ മാഗ്നറ്റിക് നീഡിലിന്റെ ഡിഫ്ലക്ഷൻ നോക്കുക. ഇവിടെയാണ് നോർത്ത്. നോർത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ആയിട്ട് സങ്കല്പിക്കാം. 3ന്റെ പൊസിഷനിലാണ് ആദ്യം നോർത്ത് എൻഡ് ഉള്ളത്. കോമ്പസ് നീഡിൽ പോയിന്റ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്താണ്. പെട്ടെന്ന് എങ്ങോട്ടേക്കാണ് ഡിഫ്ലക്ട് ചെയ്തത്? ഡിഫ്ലക്ഷൻ ഈ രീതിയിലാണ്, ഇങ്ങോട്ടേക്കാണ്. എന്ന് പറഞ്ഞാൽ ഏതിന്റെ ഭാഗത്തേക്കാ പോയത്? 12ന്റെ ഭാഗത്തേക്കാ പോയത്. ഓക്കെ, അപ്പൊ 3 തുടങ്ങിയത് 12ലേക്ക് പോകുന്നു. 3 തുടങ്ങിയിട്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഈ 12 തുടങ്ങിയിട്ട് 3ലേക്കാണെങ്കിൽ അത് ക്ലോക്ക് വൈസ്. 3 തുടങ്ങിയിട്ട് 12ലേക്കാണ്. ഇങ്ങനെയാണെങ്കിൽ അതിനെന്തൊരു ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഡിഫ്ലക്ഷൻ ഏത് രീതിയിലാണെന്ന് പറയാം നിങ്ങൾക്ക്? ആന്റി ക്ലോക്ക് വൈസ്. കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്തത് എങ്ങോട്ടേക്കാണ്? ഫ്രം എ ടു ബിയിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ മാഗ്നറ്റിക് നീഡിലിന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും.
ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അഥവാ അപ്രദക്ഷിണ ദിശയിലായിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ടെസ്റ്റിലുള്ള ഒന്നാമത്തെ പോയിന്റ്. എന്താ പറഞ്ഞ പോയിന്റ്? കറണ്ട് ഫ്ലോ എ ടു ബി അങ്ങനെയാണെങ്കിൽ ഡിഫ്ലക്ഷൻ നോർത്ത് നിന്ന് വെസ്റ്റിലേക്കാണ് എന്ന് പറഞ്ഞാൽ നോർത്ത് നിന്ന് വെസ്റ്റിലേക്ക് നമ്മൾ പറയുന്നില്ല, അതിന് ഒറ്റ ടേം ആയിട്ട് നമ്മൾ പറയും ആന്റി ക്ലോക്ക് വൈസ്. ഫ്രം എ കറണ്ട് ഫ്ലോ ഫ്രം എ ടു ബി then magnetic needle deflects in anti-clockwise അപ്രദക്ഷിണ ദിശയിലായിരിക്കും കാന്തിക സൂചി ഡിഫ്ലക്ട് ചെയ്യുന്നത്. ഇതൊരു പോയിന്റ്. ഇനി നേരെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഒന്ന് റിവേഴ്സ് ചെയ്യാണ്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് കറണ്ട് റിവേഴ്സ് ചെയ്യും. എങ്ങനെ റിവേഴ്സ് ചെയ്യാ? ഇവിടുത്തെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും നമ്മൾ എന്ത് ചെയ്തു? ഇന്റർചേഞ്ച് ചെയ്തു. പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും ഇന്റർചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ നെഗറ്റീവ് ടെർമിനൽ വെച്ച് ഈ എൻഡ് പോസിറ്റീവ് ടെർമിനലാക്കി. സോ ദിസ് ഈസ് പോസിറ്റീവ്, ദിസ് ഈസ് നെഗറ്റീവ്. ഓക്കെ, സ്വിച്ച് ഓൺ ചെയ്തു. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. നേരത്തെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായി. ഓക്കെ, കാന്തസൂചി നേരത്തെ വെച്ച തന്നെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഈസ്റ്റേർട്ടിൽ കാണാൻ പറ്റിയത് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് നിന്ന് എങ്ങോട്ടേക്ക് മാറി? ഈസ്റ്റിലേക്ക് മാറി, ഈ രീതിയിലേക്ക് മാറി. ഓക്കെ, ഡിഫ്ലക്ഷൻ ഏത് രീതിയിൽ മാറി എന്ന് മനസ്സിലായിക്കൂടാ? നോർത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മളെ ക്ലോക്കിൽ വരക്കുകയാണെങ്കിൽ ഈ രീതിയിലാണെന്ന് പറയാം. 12 3 പോയി 3 6ലേക്ക് വന്ന് 9 പോയി 12ലേക്ക് വരുന്ന രീതി ഇങ്ങനെയാണെന്ന് പറയും. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് പറയും? ക്ലോക്ക് വൈസ് ആണെന്ന് പറയും. ഇത് പറയും ക്ലോക്ക് വൈസ്. സോ ഇഫ് ദ കറണ്ട് ഫ്ലോസ് ഫ്രം ബി ടു എ, കറണ്ട് ഫ്ലോ ബി നിന്ന് എയിലേക്കാണെങ്കിൽ ഡിഫ്ലക്ഷൻ എങ്ങോട്ടാണെന്ന് പറയാം? ഈസ്റ്റിലോട്ട്. അല്ലെങ്കിൽ അതിനെ നമ്മൾ ഒറ്റ ടേം ആയിട്ട് പറയും ദ ഡിഫ്ലക്ഷൻ ഈസ് ഇൻ ദി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഡിഫ്ലക്ഷൻ ഏത് രീതിയിലാണ്? പ്രദക്ഷിണ ദിശയിലായിരിക്കും ഡിഫ്ലക്ഷൻ ഉണ്ടാവുക. അപ്പം കറണ്ട് ബിയിൽ നിന്ന് എയിലേക്കാണെങ്കിൽ ഡിഫ്ലക്ഷൻ കാന്തസൂചിക്ക് ഉണ്ടാകുന്ന വിഭ്രംശം എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ്? പ്രദക്ഷിണ ദിശയിൽ ആയിരിക്കും. 2 പോയിന്റ്. എന്ന് ബിയിലേക്കാണെങ്കിൽ അപ്രദക്ഷിണ ദിശ, ബിയിൽ നിന്ന് എയിലേക്കാണെങ്കിൽ പ്രദക്ഷിണ ദിശ. ഒന്നുകൂടി പറയാം, എന്ന് ബിയിലേക്കാണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ബിയിൽ നിന്ന് എയിലേക്കാണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇത് വേഗത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ മുൻ വർഷങ്ങളിൽ ആംബിയർ സ്വിമ്മിംഗ് റൂള് ഉപയോഗിച്ചിട്ടായിരുന്നു. എന്നാൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ആംബിയർ സ്വിമ്മിംഗ് റൂളിനെ പറ്റിയിട്ടൊന്നും പഠിക്കുന്നില്ല. നമ്മൾ വേറൊരു റൂളിലേക്ക് എന്ത് ചെയ്യാണ്? ഡയറക്റ്റ് ആയിട്ട് പോവുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ ഈസ്റ്റർ പറഞ്ഞു വെച്ചത് ഇത്രയേ ഉള്ളൂ. ഒരു കറണ്ട് കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇതിന് ചുറ്റും എന്തുണ്ടാവുന്നുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ഈ മാഗ്നറ്റിക് നീഡിൽ അല്ലെ കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്തത്. അതാണ് അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ പറഞ്ഞു വെച്ചത്. നിങ്ങൾക്ക് ഈ എക്സ്പെരിമെന്റ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം, if a current is passed through a conductor there develop a magnetic field. അവിടെ എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് അതിനു ചുറ്റും എന്തുണ്ടാകുന്നുണ്ട്? ഒരു കാന്തിക മണ്ഡലം രൂപം കൊള്ളുന്നുണ്ട് എന്ന് അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തന്നു. അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ചാപ്റ്ററിൽ. ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ ടോപ്പിക്കായിട്ട് നമ്മൾ കാണാണ്. ഓക്കെ, ആദ്യം നമ്മൾ കാണുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഒരു ഋജു ചാലകത്തിന് ചുറ്റും, ഋജു മീൻസ് അവിടെ ഒരു നേരെ കുത്തനെ അല്ലെങ്കിൽ സ്ട്രെയിറ്റ്. ഓക്കെ, ആ നേരെ ഉള്ള ഒരു ചാലകത്തിന് ചുറ്റും എങ്ങനെയാണ് കാന്തിക മണ്ഡലം രൂപപ്പെടുക? ഓക്കെ, ഒരു ഋജു ചാലകത്തിന് ചുറ്റുള്ള കാന്തിക മണ്ഡലം അഥവാ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഒരു നേരെ ഋജുവായിട്ടുള്ള കുത്തനെയുള്ള ഒരു ചാലകത്തിന് ചുറ്റും എങ്ങനെയാണ് കാന്തിക മണ്ഡലം രൂപപ്പെടുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഒരു എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ് സെറ്റപ്പ് ചെയ്തു. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സെല്ല് വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഒരു സെല്ല് കണക്ട് ചെയ്തു വിത്ത് റിയോസ്റ്റാറ്റ്, ഒരു റിയോസ്റ്റാറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഇത് ഈ സൈഡിനെ നമുക്ക് എക്സ് എൻഡ് എന്ന് പറയാം, ഈ സൈഡിന് നമുക്ക് വൈ എൻഡ് എന്നുള്ള രീതിയിലും പറയാം. എക്സ് വൈ. ഓക്കെ, ഇത് സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. അതിന് നമുക്ക് എ ബി എന്ന്
വിളിക്കാം. AB is a straight current carrying conductor. Okay. ഇവിടെ നോക്കേണ്ടത് ഡയറക്ഷൻ ഓഫ് കറന്റ് ഫ്ലോ നിങ്ങൾക്ക് അറിയാം, ഓൾവേസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. അപ്പൊ മാർക്ക് ചെയ്യുക, ഡയറക്ഷൻ ഓഫ് കറന്റ് ഫ്ലോ എന്ന് പറയുന്നത് ഏത് ദിശയിലാണ് വൈദ്യുത പ്രവാഹം ഉണ്ടാവുക? ഈ ദിശയിലാണ്. അപ്പോ ഇവിടെ എത്തുന്ന സമയത്ത് കറന്റിന്റെ ഡയറക്ഷൻ അപ്വേർഡ് ആണ്. എക്സ് എന്ന് പറയുന്ന സൈഡിൽ കറന്റിന്റെ ഡയറക്ഷൻ അപ്വേർഡ് ആണ്. അതേപോലെ തന്നെ ഇവിടെ എത്തുന്ന സമയത്ത് ഡയറക്ഷൻ ഓഫ് കറന്റ് നേരെ ഡൗൺവേർഡ് ആവും. എക്സ് എന്ന സൈഡിൽ കറന്റ് അപ്വേർഡ് ആണെങ്കിൽ y എന്ന് പറയുന്ന സൈഡിൽ കറന്റ് ഡയറക്ഷൻ ഓഫ് കറന്റ് ഫ്ലോ ഈസ് ഡൗൺവേർഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? കാന്തിക മണ്ഡലം രൂപം കൊള്ളുന്നുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഓക്കെ, അദ്ദേഹം മനസ്സിലാക്കുന്ന ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മെയിൻ ആയിട്ട് ഐഡിയ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അപ്പോ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഈ ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ് തന്നെ എന്ത് ചെയ്യാം? ഇതിന്റെ ലാസ്റ്റ് പോർഷൻ ഒന്ന് കട്ട് ചെയ്തേ. നമ്മൾ ഈ എക്സ്പെരിമെന്റ് ഒന്നും കൂടി പറയാണ്. ഓക്കെ, അല്ല എക്സ്പെരിമെന്റ് വേണ്ട, അതിന്റെ ലാസ്റ്റത്തെ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്താൽ മതി. എക്സ്പെരിമെന്റിന്റെ ലാസ്റ്റത്തെ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്താൽ മതി. ദെൻ അപ്പോൾ ഡയറക്ഷൻ ഓഫ് കറന്റ് ഫ്ലോ എന്ന് പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു കണ്ടക്ടറിന് ചുറ്റും എന്ത് ചെയ്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. നമ്മൾ അയൺ ഫില്ലിങ്സ് വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് വെച്ചിട്ട് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. എന്താന്ന് പറഞ്ഞാല് ഒരു വയർ എടുക്കും. ഓക്കെ, ഒരു വയറിന് ചുറ്റും ഒരു വയർ എടുത്ത് അത് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു കാർഡ്ബോർഡിന്റെ ഉള്ളിൽ കൂടി തുളക്കുകയാണ്. ഒരു കാർഡ്ബോർഡാണ്. ഇതെന്താണ്? ഒരു സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. ഓക്കെ, ആ സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് അയൺ ഫിലിക്സ് അതിൽ വിതറാണ്. അയൺ ഫിലിക്സ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പൊടികൾ. ഓക്കെ, ഇരുമ്പ് പൊടികൾ നമ്മൾ എന്ത് ചെയ്യാണ്? വിതറാണ്. ഓക്കെ, അങ്ങനെ ഇരുമ്പ് പൊടികൾ ഇതായത് കാർഡ്ബോർഡ് ഷീറ്റ് ആണെങ്കിൽ ആ കാർഡ്ബോർഡ് ഷീറ്റിന്റെ മുകളിൽ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? വെച്ചിട്ട്. ഓക്കെ, നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നോക്കാം. ഇത് നോക്കിയേ, ഇത് നമ്മൾ ജസ്റ്റ് ഒരു കാർഡ്ബോർഡ്, നമ്മൾ ഈ പറഞ്ഞ കാർഡ്ബോർഡാണ്. ഇത് കാർഡ്ബോർഡ്. ഓക്കെ, ഈ കാർഡ്ബോർഡിന്റെ മുകളിലൂടെ അല്ലെങ്കിൽ ഇവിടെ ഒരു ദ്വാരം നമ്മൾ ഉണ്ടാക്കി, കാർഡ്ബോർഡിന്റെ മുകളിൽ ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ട് ഇതാ അതേപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണ്. ഇതൊരു കണ്ടക്ടർ ആണെന്ന് കരുതുക. ഈ കണ്ടക്ടർ ഇതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ എന്ത് ചെയ്യുക? തുളച്ച് കയറ്റി. അപ്പൊ ഇതിങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഓക്കെ ഓക്കെ, ഇനി ഈ എൻഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു സ്വിച്ച് അല്ലെങ്കിൽ ഒരു സ്വിച്ചും വെച്ച് അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്ത് ഇവിടെ കൊടുത്ത പോലെ തന്നെ ഒരു ബാറ്ററി കണക്ട് ചെയ്തു. അപ്പൊ ഇവിടുന്ന് ഒരു എൻഡ് എടുത്ത് നേരെ എന്ത് ചെയ്ത് അവിടെ ഒരു ബാറ്ററി കണക്ഷൻ കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും ഈ കണ്ടക്ടറിലൂടെ തന്നെ. ഓക്കെ, അതിന് മുന്നേ നമ്മളൊരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഈ കാർഡ്ബോർഡിന്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് അയൺ ഫിലിംസ്, ഇരുമ്പ് പൊടികൾ ഉണ്ടാവും. ആ ഇരുമ്പ് പൊടികൾ ഈ കാർഡ്ബോർഡിന്റെ മുകളിൽ അവിടെ ഇവിടെയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിതറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക ഈ ഇരുമ്പ് പൊടികളുടെ ഈ കണ്ടക്ടറിന് ചുറ്റും സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഇരുമ്പ് പൊടികൾ ഈ കണ്ടക്ടറിന് ചുറ്റും വലയ രൂപത്തിൽ അല്ലെ ഒരു സർക്കുലാർ മാനറിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? വിന്യസിക്കുന്നതായിട്ട് കാണാം. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? എന്താ ഇങ്ങനെയാണ് അറേഞ്ച്മെന്റ് ഉള്ളത്. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അവിടെ എവിടെയായിട്ട് കുറച്ച് ഇരുമ്പ് പൊടികൾ വിതറിയിട്ടുണ്ടെങ്കിൽ ഈ ഇരുമ്പ് പൊടികളുടെ വിന്യാസം എന്ന് പറയുന്നത് ഒരു സർക്കുലാർ മാനറിൽ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇതാണ് നമ്മൾ പറഞ്ഞ AB എന്ന് പറയുന്ന സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഇതിനെന്ത് ചെയ്യുന്ന സെല്ലുമായിട്ട് ബാറ്ററി ആയിട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങനെയാണ്, മുകളിലോട്ടൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ഇത് കാർഡ്ബോർഡ് ആയിരുന്നു, ഇതില് എവിടെ ആയിട്ട് ഇരുമ്പ് പൊടി നമ്മൾ വിതറിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇരുമ്പ് പൊടികളുടെ വിന്യാസം എന്ന് പറയുന്നത് ഇങ്ങനെ സർക്കുലാർ മാനറിൽ ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. ഈ കണ്ടക്ടറിന് ചുറ്റും സർക്കുലാർ മാനറിൽ എന്ത് ഉണ്ടാവും? ഈ ഇരുമ്പ് പൊടികൾ വിന്യസിക്കും. അപ്പൊ നമുക്ക് പറയാം ഈ ഒരു ചിത്രത്തില് സർക്കുലാർ മാനറിലായിരിക്കും എന്തുണ്ടാവുക? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക എന്ന് മനസ്സിലായിക്കോളാം. അപ്പൊ നമുക്ക് ഈ ചിത്രം ആവശ്യമില്ല. ഇവിടെ എല്ലായിടത്തും സർക്കുലാർ മാനറിൽ എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും.
ഇതേ അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെയും എന്തുണ്ടാവുക, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഇവിടെയും മാഗ്നറ്റിക് ഫീൽഡ് വലയ രൂപത്തിൽ തന്നെ ആയിരിക്കും. ഇവിടെയും അയൺ ഫീലിങ്സ് വിതറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മാതിരി തന്നെ ഡിസ്ട്രിബ്യൂഷൻ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടെ ഉറപ്പിക്കാം. എന്താ പോയിന്റ്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ സ്ട്രെയിറ്റ് കറണ്ട് carrying conductor. Magnetic field in a straight current carrying conductor is like a circular arrangement. എന്തുപോലെ ആയിരിക്കും ഉണ്ടാവുക? സർക്കുലർ രീതിയിലായിരിക്കും ഉണ്ടാവുക. സ്ട്രെയിറ്റ് കറണ്ട് carrying കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഏത് രീതിയിലാണ് ഉണ്ടാവുക? സർക്കുലർ രീതിയിൽ. വൃത്ത രൂപത്തിൽ അല്ലെങ്കിൽ വലയ രൂപത്തിൽ ആണ് സ്ട്രെയിറ്റ് കറണ്ട് carrying കണ്ടക്ടർ അല്ലെങ്കിൽ ഋജു ചാലകത്തിന് ചുറ്റും കാന്തിക മണ്ഡലം രൂപം കൊള്ളും. ഇനി ഈ കാന്തിക മണ്ഡലത്തിന്റെ ദിശ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിന് നമ്മളൊരു റൂള് പഠിക്കുന്നുണ്ട്. റൈറ്റ് ഹാൻഡ് തംബ് റൂൾ. റൈറ്റ് ഹാൻഡ് തംബ് റൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ ദിശ നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. എന്താ റൈറ്റ് ഹാൻഡ് തംബ് റൂൾ പറയുന്നത്? നിങ്ങൾ ഈ റൈറ്റ് ഹാൻഡ് തംബ് റൂള് ഉപയോഗിച്ച് ഈ തമ്പ് വൈദ്യുത പ്രവാഹത്തിന്റെ ദിശയിൽ പോയിന്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതാണ് ഇപ്പൊ കറണ്ട് അപ്വേർഡ് ആണെങ്കിൽ തമ്പ് എങ്ങനെ പോയിന്റ് ചെയ്തോളാ? മുകളിലോട്ടേക്കായിട്ട് പോയിന്റ് ചെയ്തോളാം. ഓക്കെ, ഇനി ബാക്കിയുള്ള വിരലുകൾ ഈ ഒരു ചാലകത്തെ ചുറ്റിപ്പിടിക്കുന്ന രീതിയിൽ വെക്കുക. ഓക്കെ, ഇപ്പൊ കറണ്ട് അപ്വേർഡ് ആണെങ്കിൽ നമ്മൾ തമ്പ് ചെയ്ത് വെക്കും, അപ്വേർഡ് ആയിട്ട് പോയിന്റ് ചെയ്യും. കറണ്ട് ഡൗൺവേർഡ് ആണെങ്കിൽ തമ്പ് എങ്ങോട്ടൊക്കെ ആയിട്ട് പോയിന്റ് ചെയ്ത് വെക്കും, ഇങ്ങനെ പോയിന്റ് ചെയ്യും. ഇനി ബാക്കിയുള്ള വിരലുകൾ ഈ ഋജു ചാലകത്തെ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് കണ്ടക്ടറിനെ നമ്മൾ എങ്ങനെയാണോ ചുറ്റുന്നത് അതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ കാന്തിക മണ്ഡലത്തിന്റെ ഡയറക്ഷൻ. ഓക്കെ, സോ എങ്ങനെയാണ് നമുക്ക് പറയാം? ഇഫ് ദ കറണ്ട് ഈസ് ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ, കറണ്ട് അപ്വേർഡ് ആണെങ്കിൽ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ദി ആന്റി ക്ലോക്ക് വൈസ്. നോക്കാം, ഇവിടെ 12 ആണെന്ന് വിചാരിക്കാം. മുകളിൽ നമ്മളെപ്പോഴും നേരെ 12 എന്നുള്ള രീതിയിൽ നേരെ ഇങ്ങനെയാണ് പറയാം. ഓക്കെ, അപ്പൊ കറണ്ട് അപ്വേർഡ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ ചുറ്റുന്നത്? 12 അല്ലെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്കാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ക്ലോക്ക് കറങ്ങുന്നതിന് നേരെ ഓപ്പോസിറ്റീവ് ആയിട്ടാണ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിലോ കറണ്ട് ഡൗൺവേർഡ് ആണെങ്കിൽ നമ്മൾ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ ഇതായിരിക്കും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. 3, 6, 9, 12, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ കറണ്ട് ഡൗൺവേർഡ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. കറണ്ട് അപ്വേർഡ് ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. 2 പോയിന്റുകൾ. ഓക്കെ, ഇതൊക്കെയാ പറഞ്ഞേ. കറണ്ട് അപ്വേർഡ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ വെക്കും? റാപ്പിഡ് ഫിംഗേഴ്സ് ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് റൈറ്റ് ഹാൻഡ് തംബ് റൂളിന്റെ മെയിൻ ഐഡിയ. ഓക്കെ, അപ്പോ കറണ്ട് അപ്വേർഡ് ആണ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മൾ എങ്ങനെ കാണിക്കും? ബാക്കിയുള്ള വിരലുകൾ ഇതിനെ ചുറ്റിപ്പിടിക്കണം. ഇതാണ് കണ്ടക്ടർ എങ്കിൽ ഇതിനെ ചുറ്റിപ്പിടിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചുറ്റിപ്പിടിക്കും. അപ്പോ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഡയറക്ഷൻ ഇങ്ങനെയാ മാർക്ക് ചെയ്യേണ്ടത്. ഡയറക്ഷൻ മാർക്ക് ചെയ്യുക, ഇതാണ് ഡയറക്ഷൻ. ഓക്കെ, നേരെ തിരിച്ച് ഈ സൈഡിലേക്ക് എത്തുന്ന സമയത്ത് നോക്കുക. അപ്പൊ ഡയറക്ഷൻ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇവിടെ എത്തുന്ന സമയത്ത് കറന്റ് ഡയറക്ഷൻ ഡൗൺവേർഡ് ആയി. അപ്പൊ നമ്മളെ പോയിന്റ് ചെയ്യേണ്ടത്, തമ്പ് പോയിന്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ബാക്കിയുള്ള വിരലുകൾ ചുറ്റിപ്പിടിക്കാൻ ഇങ്ങനെയാ ചുറ്റിപ്പിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെയാ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യുക? ഇങ്ങനെയാ മാർക്ക് ചെയ്യുക. ശരിയല്ലേ? അപ്പൊ ഇതേതാ? ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കാം. ഇതാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള റൂൾ. ഇത്രയാണ് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പൊ ഈ ക്ലാസിന്റെ മെയിൻ ഐഡിയ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ സ്ട്രെയിറ്റ് കറന്റ് carrying conductor ഇൻ എ സർക്കുലർ മാനർ. ഏത് രീതിയിലായിരിക്കും? സർക്കുലർ മാനർ. ഇതിൽ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ കാന്തത്തിന്റെ ശക്തി അനുഭവപ്പെടുക ആദ്യത്തെ റിംഗിന്റെ അടുത്തായിരിക്കും. ഇവിടെ കുറച്ച് അയൺ ഫീലിങ്സ് ആണ് നമ്മൾ വിതറിയെങ്കിൽ കൂടുതൽ അയൺ ഫീലിങ്സ് ഉണ്ടാവും. കാരണം കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം അവിടെ കൂടുതലായിരിക്കും. നല്ല ശക്തി അനുഭവപ്പെടും ഈ കണ്ടക്ടറിന്റെ അടുത്ത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്തോറും കാന്തിക മണ്ഡലത്തിന്റെ ശക്തി എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം.